എന്തുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ് പ്രോഫിറ്റബിൾ അല്ല? കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പല രീതിയിലും ഞാൻ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാണ്. ഇന്ന് വരെ ഞാൻ അതിൽ നിന്നൊരു കോൺവെൻഷണൽ ഫാമിംഗിലേക്കോ അല്ലെങ്കിൽ സിന്തറ്റിക് ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡോ ഹെർബിസൈഡോ ഒന്നും ഉപയോഗിക്കണില്ല. ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒരു ഫാമിംഗ് ചെയ്തിട്ട് അതിലൊരു ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് ഓർഗാനിക് സ്റ്റോഴ്സ് ഓപ്പൺ ആയതും ഒരുപാട് ഓർഗാനിക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഫസ്റ്റ് ഓർഗാനിക്കലി ഒരു പെസ്റ്റ് വന്നു കഴിഞ്ഞാൽ സയന്റിഫിക്കലി കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റബിൾ ഫാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആ കുറഞ്ഞ സമയത്ത് വരുന്ന പെസ്റ്റുകളെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. രണ്ട്, ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓർഗാനിക്കലി ഉപയോഗിക്കാവുന്ന മാനുവറും പെസ്റ്റിസൈഡും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം ഇതിന്റെ മാർക്കറ്റ് തന്നെയാണ്. നമ്മളൊരു പ്രൊഡ്യൂസ് ഇത്രയും പൈസ കൊടുത്ത് കൃഷി ചെയ്തിട്ട് നാളെ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും കസ്റ്റമേഴ്സ് അംഗീകരിക്കില്ല. ഒരു ഓർഗാനിക് പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി അതിന്റെ ഷേപ്പിലോ അതിന്റെ ഭംഗിയിലോ ഉണ്ടാവുന്ന ചില പെസ്റ്റിന്റെ കുത്തുകളൊക്കെ ആൾക്കാർ റിജക്ട് ചെയ്യും. അതുകൊണ്ട് മാർക്കറ്റിൽ ഇതിന് സ്വീകാര്യത വളരെ കുറവാണ്. അത്രയും കോസ്റ്റ് കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കാനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ അർത്ഥം കൺവെൻഷണൽ ഫാമിംഗ് എൻവോൺമെന്റിന് ശരിയാണെന്നല്ല, പക്ഷെ ഓർഗാനിക് ഫാമിംഗ് പ്രോഫിറ്റബിൾ അല്ല.